ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അവിയലാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന അവിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള വെജിറ്റബിൾ ആയിരിക്കില്ല, കുറേ പേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വെജിറ്റബിൾ ഇഷ്ടമല്ലാത്തവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വെണ്ടയ്ക്ക അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വെണ്ടയ്ക്ക അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 12 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 15 ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത് 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ഉള്ളി ഇത്രയും തന്നെ വേണം കേട്ടോ, സവാള ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കണം. അവിയലിന് എപ്പോഴും ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന രീതിയിലല്ല. വെണ്ടയ്ക്കയുടെ ഈ തുമ്പും ഈ എൻഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്യുക. നീളം കൂടിയ വെണ്ടയ്ക്കാണെങ്കിൽ ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മുടെ മുരിങ്ങയ്ക്കയുടെയൊക്കെ ഒരു നീളം കിട്ടുന്ന രീതിയിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഉള്ളിയാണെങ്കിൽ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ വെണ്ടയ്ക്കയും മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം അരപ്പൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് വഴറ്റി തുടങ്ങാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും വെണ്ടയ്ക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് മാറി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വലിയതായതുകൊണ്ട് ഞാനൊന്ന് ചെറുതാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ, ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തൈരോ പുളിയോ മാങ്ങയോ ചേർക്കാം. മാങ്ങ ചേർക്കുകയാണെങ്കിൽ ഉള്ളിയുടെയും വെണ്ടയ്ക്കയുടെയും കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പുളിയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ പറയാം, തൈരാണെങ്കിലും ചേർക്കേണ്ട സ്റ്റേജ് ആകുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം ചതച്ച് ചേർക്കാമെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ സാധാരണ അവിയലിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ചതച്ച് ചേർക്കാം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതുപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കണം എന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ റോ ടേസ്റ്റ് മാറി വെണ്ടയ്ക്ക ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കാം. അതുപോലെ തന്നെ 3 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. പച്ചമുളക് ചില പച്ചമുളക് നല്ല എരിവുള്ളതായിരിക്കും, അപ്പോൾ 2 ആയാലും മതി. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 3 വരെ ചേർക്കാം. ഇതിലേക്ക് ഒരു 2-3 ഇതിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ജീരകം, നല്ല ജീരകം, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നമ്മുടെ അവിയലിൻ്റെ പാകത്തിലൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ അവിയലിൻ്റെ പാകത്തിൽ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് ഒതുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വഴറ്റാൻ വെച്ച വെണ്ടയ്ക്ക എന്തായി നോക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ്. പുളി അല്ലെങ്കിൽ തൈര്. അപ്പോൾ തൈരാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം, പുളിയാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളൻപുളി വെള്ളത്തിലിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അധികം ക്വാണ്ടിറ്റി വേണ്ട, നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ അവിയൽ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. പുളിയും ചെറിയൊരളവിൽ മാത്രം പുളി ചേർക്കുക. അവിയലിൽ എപ്പോഴും പുളി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു 3-4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ പുളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നോക്കിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി പുളി ഒന്ന് വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. അടച്ചു വെക്കണ്ട, അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുന്നത്. വെണ്ടയ്ക്ക കുക്കായിട്ടുണ്ടോ എന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യുമ്പോൾ വെണ്ടയ്ക്ക കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഞാൻ വളരെ ചെറിയൊരളവിൽ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പും വെണ്ടയ്ക്കയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ അരപ്പ് കുക്കായി വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെറിയ തീയിൽ അടച്ചു വയ്ക്കുന്നത്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലായിട്ട് അടച്ചു വയ്ക്കാം. വെണ്ടയ്ക്കയിലേക്ക് ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ മാറി വരുമ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയി കഴിയും. സാധാരണ അവിയൽ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവർക്കും കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഉൾപ്പെടെ കുക്കിംഗ് അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അരപ്പ് ഒരുപാട് അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും അവിയലിൻ്റെ പാകത്തിൽ ഒതുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ചേർക്കുന്ന കാര്യം പിന്നീട് ചേർക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചേർത്തില്ല. അതുകൊണ്ടാണ് ഉപ്പില്ലാത്തത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ പുളി ചേർത്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്തുള്ളൂ കേട്ടോ. ഉപ്പ് ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക കുഴഞ്ഞ പോലെയാവും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ആദ്യമേ ചേർക്കാത്തത്. ഇനി 1 മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇനി 1 മിനിറ്റ് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. നമ്മളെല്ലാ അവിയലിലും ചേർക്കുന്ന പോലെ തന്നെ നമുക്കിനി ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ആദ്യമേ തന്നെ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, അരപ്പിൽ ചേർത്തിട്ടുണ്ട്. എങ്കിലും വീണ്ടും കറിവേപ്പില ചേർക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാ അവിയലിനും ഇതുപോലെ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിലും വീണ്ടും വെളിച്ചെണ്ണ ചേർക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ വെണ്ടയ്ക്ക അവിയലിൻ്റെ പരിപാടി. വളരെ ഈസിയാണ്. അപ്പോൾ വീട്ടിലൊരു 10-12 വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവിയൽ ഉണ്ടാക്കി കഴിക്കാം. ഉച്ചയ്ക്ക് ചോറിന് വേറെ കറികളൊന്നും അന്വേഷിക്കണമെന്നില്ല. നമുക്കിപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.